എനിക്ക് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോരായ്മയായിട്ട് തോന്നാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ സിക്സ്ത് ഗിയർ ഇല്ല, 6ാമത്തെ ഗിയർ ഇല്ലാത്തതുകൊണ്ട്, ഓവർ ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഒന്നൊരു ബോറടി വന്നേക്കാം. അതൊരു സത്യമുണ്ട്. പക്ഷെ എനിക്ക് 5ാമത്തെ ഗിയർ വരെ ആവശ്യമുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം 120 കിലോമീറ്റർ വരെ ബൈക്ക് നല്ല ലൈവായിട്ടാണ് ഇടിച്ചാണ് നിൽക്കുന്നത്. അത് ഒരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ 6ാമത്തെ ഗിയറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റിയേനെ എന്നൊരു തോന്നലുണ്ട്. എനിക്ക് പ്രശ്നമില്ല, പക്ഷെ പലർക്കും FC25 വിരക്തിക്ക് കാരണം 6ാമത്തെ ഗിയർ ഇല്ലാത്തതായിരിക്കാം. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ബൈക്കിന് ഞാൻ കോമണായിട്ട് കുറെ റെസ്റ്റ് കണ്ടിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തൊരു കുട്ടനം മേടിച്ചായിരുന്നു. ആ മേടിച്ചിട്ട് ഒരു 4ാമത്തെ മാസം തൊട്ട് വണ്ടിയുടെ സൈലൻസിന്റെ അവിടെയുള്ള സ്ക്രൂസിലും അങ്ങനെയൊക്കെ തുരുമ്പടിച്ച് നല്ലോണം തുരുമ്പ് കയറുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ തുരുമ്പ് കയറുന്നൊരു പ്രശ്നമുണ്ട്, അത് നോക്കിയെടുക്കണം. പിന്നെ ഇതൊരു ഫ്യൂൽ ഇഞ്ചക്ടർ ബൈക്കാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ ബൈക്ക് ആയതുകൊണ്ട് മുമ്പുള്ള ഓണർ നല്ല രീതിയിൽ